രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനിലേക്കുള്ള മാറ്റത്തിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തെ ഈ ട്രോളുകൾക്കെല്ലാം കാരണമാക്കിയത്. ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖർ കേരള പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പാടുണ്ടായിരുന്നില്ല. പുതിയ പൊളിറ്റിക്കൽ കൾച്ചർ കൊണ്ടുവരാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് താറടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഏറെ വേദനാജനകം എന്ന് പറയാൻ പറ്റും. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത് ഇന്നാണ് എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ശരിക്ക് മണ്ടനാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. BJP ഇതിനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. കുമ്മനടി എന്ന പ്രയോഗം വീണു, ഇനി ചന്ദ്രനടി, അങ്ങനെയാണ് ട്രോൾ പേജുകളിൽ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള ട്രോളുകളിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? രാജീവ് ചന്ദ്രശേഖർ എന്ന ബിസിനസ് മാഗ്നറ്റ്, അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ, അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനിലേക്കുള്ള മാറ്റത്തിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തെ ഈ ട്രോളുകൾക്കെല്ലാം കാരണമാക്കിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖർ കേരള പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പാടുണ്ടായിരുന്നില്ല. അതായത് കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയക്കാരെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും കേരളത്തിലെ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളെയും ഒക്കെ അനുകരിക്കാൻ ശ്രമിച്ച് അതുകൊണ്ട് ഒരു ബാക്കി പത്രമാണ് ഈ പറഞ്ഞ ജിതിൻ രാമദാസിൻ്റെ ഡയലോഗ് തുടങ്ങി. ഇന്നലെ അദ്ദേഹം വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന വേദിയിൽ ആദ്യമെത്തി കസേരയിൽ കയറി ഇരുന്നത് വരെ. പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടൂർ പോകുന്ന സമയത്തൊക്കെ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സീറ്റിൽ മറ്റാരും വന്നിരിക്കത്തില്ല. ആ സീറ്റ് നമുക്ക് കൺഫേം ആയിരിക്കും. നമ്മൾ ആ ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ മാത്രം അവിടെ എത്തിയാൽ മതി. പക്ഷെ തമാശയ്ക്കെന്നോണം പറയുമായിരുന്നു, വേഗം ചെന്നില്ലെങ്കിൽ നമ്മുടെ സീറ്റിൽ മറ്റാരെങ്കിലും കയറി ഇരിക്കും എന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇന്നലത്തെ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ ഓരോരുത്തർക്കും ഇരിക്കേണ്ട കസേരയുടെ പുറത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എപ്പോൾ ചെന്നാലും ആ സീറ്റ് അദ്ദേഹത്തിനായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇതാരോ പറഞ്ഞ് പഠിപ്പിച്ച്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ PR ടീമായിരിക്കാം. എല്ലാവരും എത്തുന്നതിന് മുമ്പ് ആദ്യം വേദിയിലെത്തിയതിനു ശേഷം BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കും. ആ മുദ്രാവാക്യം വിളിക്കുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തോടും കൈ ഉയർത്തി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു കോമാളിയായിട്ടാണ് ഇന്നലെ അവിടെ ചിത്രീകരിച്ചത്. കേരളത്തിലുള്ള ആളുകൾ ഇത് കണ്ടു കഴിയുമ്പോൾ അയാളുടെ ഒരു നിലവാരം വളരെ വളരെ താഴ്ന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. PR ടീം ഉയർത്തുന്ന ഒരു ലേബലിലേക്കൊന്നും രാജീവ് ചന്ദ്രശേഖർ മാറില്ല. ഇതിനകത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ എന്നൊരു ബിസിനസ്സുകാരൻ, ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനും എന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് വളരെ നല്ല രീതിയിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല ജീവനക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് താറടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഏറെ വേദനാജനകം എന്ന് പറയാൻ പറ്റും. രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ, പക്ഷേ അദ്ദേഹത്തെ പോലെ പ്രതിഭയുള്ള ഒരു ആളെ ഇങ്ങനെ കോമാളിയാക്കി മാറ്റുന്നതിൽ എനിക്ക് ശക്തമായ പ്രതിഷേധമാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന ട്രോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ചന്ദ്രനിൽ പോയിരിക്കുന്ന ഫോട്ടോ, IPL ക്യാപ്റ്റൻ്റെ നടുക്ക് നിൽക്കുന്ന ഫോട്ടോ, അതോടൊപ്പം തന്നെ കർത്താവ് ഈശോമിശിഹായുടെ അന്ത്യത്താഴത്തിൻ്റെ ഫോട്ടോയുടെ കൂടെ അതിന് ശിഷ്യനായിട്ടിരിക്കുന്ന ഫോട്ടോ, ഇങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള ട്രോളുകൾ അദ്ദേഹത്തിന് മേലെ വീണുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കെ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത് ഇന്നാണ് എന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖരന് ട്രോള് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നാൾ വരെ അത് കെ സുരേന്ദ്രന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. കെ സുരേന്ദ്രന് കിട്ടിക്കൊണ്ടിരുന്ന ആ ട്രോളുകളൊക്കെ ഇപ്പോൾ BJPയുടെ പുതിയ അധ്യക്ഷനുമേൽ വീണിരിക്കുകയാണ്. അപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് ആര് വന്നാലും അവരെ കോമാളിയായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് പർപ്പസ്ഫുള്ളി ആയിട്ട് നടക്കുന്നതാണ്. അതിനെതിരെ ശക്തമായി അതിന് തടയിടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണിച്ചു കൂട്ടുന്ന ആ വിഡ്ഢിത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യനായി സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ടാണെന്ന് പോകേണ്ടത്, അല്ലാതെ മറ്റൊരാളായിട്ട് അഭിനയിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടൊന്നും ഒരിക്കലും മറ്റൊരാളായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല.
അദ്ദേഹത്തിൻ്റെതായിട്ടൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ട്രോള് കിട്ടാതെ ഇരിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ നിരന്തരം ട്രോള് കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിളിക്കാത്തടുത്ത് പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ കുമ്മനം രാജശേഖരൻ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ സമയത്തായിരുന്നു ഈ കുമ്മനടി എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത്. അതായത് പ്രധാനമന്ത്രിയും പിണറായി വിജയനും ഒപ്പം കുമ്മനം രാജശേഖരനും. അതെ, അപ്പൊ അങ്ങനെയാണ് പിന്നെ യുവാക്കൾക്കിടയില് യൂത്തിനിടയിൽ ഈ കുമ്മനടി എന്ന് പറയുന്ന, വിളിക്കാത്തടുത്ത് കയറി ചെല്ലുന്നതിന് കുമ്മനടി എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നത്. അതിപ്പോ ചന്ദ്രനടി എന്നാക്കിയിരിക്കുകയാണ്. അത് ഇനി അത് അങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് തോന്നുന്നു. പക്ഷേ കുമ്മനടിയുടെ അത്രയും ചന്ദ്രനടി ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ ക്ഷണിക്കപ്പെടാതെ പോയ ഒരു വ്യക്തിയല്ല. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടും വിവാദങ്ങളുണ്ട്. കാരണം ഒരു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തുകൊണ്ട് ആ വേദിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടായിരുന്നു പേജില്, എന്താണ് രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ പാർട്ടിയുടെ ആള് സദസ്സിലും ഞങ്ങളും രാജീവ് ചന്ദ്രശേഖർ വേദിയിലും ആണെന്നുള്ള തരത്തിലായിരുന്നു ആ പോസ്റ്റ്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേദിയിലിരിക്കുന്നതിൽ വലിയ തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ശരിക്ക് മണ്ടനാക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. ഇതിനകത്ത് ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS, അതായത് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD, അവർക്ക് ഇതിനകത്ത് എന്ത് റോളാണ് ഉള്ളത് എന്നും കൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അതൊക്കെ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്, അതോടൊപ്പം തന്നെ റോഡിൻ്റെ കണക്ടിവിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇപ്പോൾ BJP എടുത്തു പറയുന്നത്. BJP ഇതിനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ KSRTCയുടെ ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കൊടുക്കാതെ BJP ഇരിക്കുന്ന ഒരു കാര്യം ഗണേഷ് കുമാർ അഡ്രസ്സ് ചെയ്തതാണ്. ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ അഡ്രസ്സ് ചെയ്തതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി പല കാര്യങ്ങളും, വിഴിഞ്ഞത്തെ പല കാര്യങ്ങളും, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും അനുമതി നൽകാതെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഗെയിമിന് BJP ഇറങ്ങിത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് സ്വന്തമായിട്ട് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് അദ്ദേഹത്തെ തന്നെ കൊണ്ട് കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അത് മറിച്ച് VD സതീശനൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ആകുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി. അദാനി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. അദാനി മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനിക്കെതിരെയും മോദിക്കെതിരെയുമാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം തന്നെ. അപ്പോൾ നരേന്ദ്രമോദി ഇന്നലെ വേദിയിൽ വെച്ച് പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഇന്ത്യ സഖ്യത്തിലെ ശശി തരൂരും മുഖ്യമന്ത്രിയും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പല ആളുകൾക്കും ഉറക്കം നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എഴുതി കൊടുത്തിരിക്കുന്ന പ്രസംഗത്തിനപ്പുറത്തേക്ക് ഒരു വാക്ക് ഉച്ചരിക്കുവാൻ അദ്ദേഹത്തിന് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ എന്ന് പോലും കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ തുടക്കത്തിൽ അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ നമ്മൾ കുറച്ചധികം പ്രതീക്ഷിച്ചിരുന്നു നല്ലൊരു നേതാവ് എന്ന, രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു നേതാവ് എന്ന തരത്തിലേക്ക് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിന് ആ രീതിയിൽ മുനമ്പത്തെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതിന് ആദ്യമേ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കില്ലേ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു രീതികളെ? കേരളത്തിലൊരു പ്രത്യേക പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ കൾച്ചർ കൊണ്ടുവരാനായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിക്കുമായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കേരളത്തിലെ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾക്കൊപ്പം ചേർന്ന് നിന്ന് പോകാൻ, അല്ലെങ്കിൽ അങ്ങനെ നിന്നാൽ മാത്രമേ അധികാരത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. മറിച്ച് ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടത്. ഇത് 2025 75 വർഷമായി നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഉറപ്പായിട്ടും എല്ലാ ഒരു 50 വർഷമൊക്കെ കൂടുമ്പോൾ രാഷ്ട്രീയ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് ഈ പുതിയ ലോകത്തിന് വേണ്ടിയിട്ട്, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ബഹുമാനിക്കപ്പെടുമായിരുന്നു. മറിച്ച് നിലവിലുള്ള ഈ ഒരു ചാണകക്കുഴിയിലേക്ക് തന്നെയാണ് അദ്ദേഹവും പോയി വീണിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് തന്നെ അന്ത്യം കുറിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് തോന്നി സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തെ വഴിതിരിച്ചു വിടുന്ന ഒരു കാരണം ഇപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ മുൻ സംസ്ഥാന അധ്യക്ഷനെ മാറ്റി നിർത്തിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കടന്നു വരുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയം അറിയത്തില്ല എന്നൊരു ലേബൽ ഓൾറെഡി ഉണ്ട് താനും. അപ്പൊ ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കറക്റ്റ് വേയിലാണ് പോകുന്നത് എന്ന് തോന്നിയപ്പോൾ ഇങ്ങനെയാണെന്നുള്ളത് വഴിതിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖരന് ദോഷകരമായി ബാധിക്കുകയും തങ്ങൾക്ക് അത് ഗുണകരമാവുകയും ചെയ്യും എന്ന് കരുതുന്ന ഒരു സ്ട്രാറ്റജി. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷയം എന്താണെന്ന്. കാരണം എന്താ വെച്ചാല് കെ സുരേന്ദ്രന്റെ മുഖം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊന്ന് തെളിഞ്ഞു കണ്ടത്. ഇദ്ദേഹം ഇത്രയും പ്രഗത്ഭനായ എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ടാണെങ്കിലും ഞാൻ പറയാം, അദ്ദേഹം വളരെ റെസ്പെക്റ്റീവ് ആയിട്ടൊരു പേഴ്സണാലിറ്റിയാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്മാനാണ്, ഒരു സോഷ്യൽ വർക്കറാണ്, അതിലുപരി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ളൊക്കെയുള്ള ആളുകളെ ഇങ്ങനെ ഇത്രയും ഒരു താഴേക്കിടയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിന് ഉചിതമല്ല. എനിക്ക് തോന്നുന്നത് ഒരു കാരണവശാലും CPM അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നുമല്ല, BJPക്ക് അകത്തുനിന്ന് തന്നെയാണ് ഈ BJPക്കാർക്ക് പാര വന്നുകൊണ്ടിരിക്കുക. കാരണം കഴിഞ്ഞ ദിവസം VV രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്റർ ഒട്ടിച്ചത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അത് BJP പ്രവർത്തകർ തന്നെയാണെന്നാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ശത്രുക്കളായിട്ട് ഉള്ളത് CPM കോൺഗ്രസോ ഒന്നുമല്ല, അത് BJP തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സംസ്ഥാന പ്രസിഡന്റിന് ആവാൻ താല്പര്യമുള്ള ചില ആളുകൾ, അത് കെ സുരേന്ദ്രൻ ആയിക്കോട്ടെ, V മുരളീധരൻ ആയിക്കോട്ടെ, MT രമേശ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അനുയായികളാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി രാജീവ് ചന്ദ്രശേഖർ ഏത് തരത്തിലുള്ള മാറ്റത്തിലേക്കായിരിക്കും മാറേണ്ടത്? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു പേര് നിലനിർത്തണമെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു മാറ്റം രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരേണ്ടതുണ്ട്? അത് രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം എന്ന രീതിയിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടിയിരുന്നു. അദ്ദേഹം സഞ്ചരിക്കേണ്ട വഴി അതുതന്നെയാണ്. മറിച്ച് ഇവിടുത്തെ തേർഡ് റൈറ്റ് പൊളിറ്റിക്കൽ ഗെയിമുകളുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇത് ലോകം മാറിയെന്നേ. ഇനിയിപ്പോൾ മലയാളം പത്രങ്ങൾ പോലും ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഈ കേരളത്തിൽ ഉണ്ടാവത്തില്ല. കാരണം എല്ലാവരുടെയും കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അവരെ സംബന്ധിച്ചിട്ട് അവർ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലേക്കും ഒക്കെ കൺവേർട്ട് ആവാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം തന്നെ ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു പുതിയ തലമുറയെ നയിക്കാനുള്ള ശേഷിയൊക്കെ രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. രാജീവ് ചന്ദ്രശേഖറായി തന്നെ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. മറിച്ച് കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യനായി മാറാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചാൽ അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമായിട്ട് കേരളത്തിൽ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു പേഴ്സണോടുള്ള, അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനോടല്ല, ആ ഒരു വ്യക്തിയോടുള്ള ഒരു താല്പര്യം കൊണ്ട് നമ്മൾ പറയുന്നതാണിത്.